ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അങ്ങനെ ചേച്ചി ഒരു ഹായ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ കുടുംബസ്വത്തായ നെസ്റ്റോയിലേക്കാണ് പോകുന്നത് ഗൈസ്. നെസ്റ്റോയിൽ സാധനം മേടിക്കണം. പിന്നെ നമ്മുടെ മീൻ മാർക്കറ്റിൽ കുറച്ച് പരിപാടിയുണ്ട്. നമ്മളങ്ങനെ നെസ്റ്റോയിൽ വന്നിട്ടുണ്ട്. നെസ്റ്റോയിൽ പാർക്കിങ്ങിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ചേച്ചി ഒരു ഹായൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി പറഞ്ഞത് നീ പുറകെ നടന്ന് എൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ചോദിച്ചതാണ്. അങ്ങനെ നമ്മൾ അകത്ത് വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചത് പൊടീനെ പിടിച്ച് നമ്മുടെ ഇതിനകത്ത് ട്രോളിക്കകത്ത് ഇട്ടിട്ട് അവളവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ഈ ഫ്രൂട്ട്സും മറ്റേതൊക്കെ കിട്ടുന്ന അവിടെ വന്നിരിക്കുകയാണ്, നമ്മുടെ മീറ്റ്സൊക്കെ കിട്ടുന്ന അവിടെ. അങ്ങനെ സാധനങ്ങളെല്ലാം മേടിച്ചു. നമ്മൾ ബില്ലടിക്കാൻ വേണ്ടി ഇവിടേക്കാണ് അളിയൻ്റെ അവളെയും പിടിച്ചുകൊണ്ട് ഇപ്പോൾ ഉണ്ട്. നമ്മളെല്ലാം മേടിച്ചിട്ട് പുറത്തോട്ടിറങ്ങുവാണ്. ഇനി നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മുടെ ഫിഷ് മത്രയിലേക്കാണ് പോകുന്നത്. ഞാൻ പറഞ്ഞാൽ കറക്റ്റാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ ഫിഷ് മാർക്കറ്റ്, പിന്നെ അതുപോലെ മെയിൻ ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഈ മത്ര. ഒമാനിലെ മെയിൻ ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഒരുവിധം ഒമാനിലുള്ളവർക്കെല്ലാം അറിയാവുന്നൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഈ മത്രയിലേക്ക് പോകുന്ന വഴിയാണ്. പിന്നെ ഈ പോകുന്ന വഴി എനിക്ക് തോന്നുന്നത് ഇതിന് മുമ്പ് നമ്മൾ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ മെയിൻ വ്ളോഗിൽ നമ്മൾ അമ്പലത്തിലൊക്കെ പോയപ്പോഴൊക്കെ ഈ സാധനം കാണിച്ചിട്ടുണ്ട്. അതുപോലെ അമറാത്ത് പോയപ്പോഴും നമ്മൾ ഈ സാധനം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്ന വഴിയെല്ലാം പൊളിയാണ്. കണ്ടത് ഇവിടെ എന്തോ നല്ല പുരാതനമായ ഒരു ബിൽഡിംഗ് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അതിൻ്റെ പേരൊന്നും വായിക്കാൻ സമയം കിട്ടില്ല. കണ്ടോ ഇവിടെ കുറേ ബിൽഡിങ് കാര്യങ്ങളുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്ന റൂട്ട് പൊളിയാണ്. രണ്ട് സൈഡിലും പുല്ല് കാര്യങ്ങൾ അതുപോലെ ഇത് ഉണ്ടാവും. നമ്മുടെ എറണാകുളം നമ്മുടെ മറൈൻ ഡ്രൈവ് അല്ലെങ്കിൽ ഷിപ്പ് യാർഡൊക്കെ പോകുന്ന അതേ ഒരു ഫീലാണ് ഇതും. ഇവിടുത്തെ മെയിൻ ഫിഷ് ഹബ്ബാണ്. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച കൂടിയാണ്, അതിൻ്റേതായ തിരക്കും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഈ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് ഇച്ചിരി വേഗത്തിൽ ഓടിച്ച് വിടുന്നത്. ഞാൻ പറയുന്നത് ഇച്ചിരി സ്പീഡ് കൂടുന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. സോ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് എല്ലാം കൂടെ തട്ടി വിടുവാണ്. നമ്മൾ ഷോർട്സിലാണല്ലോ ഇടുന്നത്. അങ്ങനെ നമ്മളെ വീടല്ല, നമ്മൾ ആ മാർക്കറ്റിൻ്റെ അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ വിവിധമായ മറ്റേ കാർ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടി ഷോറൂം എന്ന് പറഞ്ഞ പോലെ നല്ല വിശാലമായിട്ട് കിടക്കുന്ന ഒരു മീൻ മാർക്കറ്റ്. ഞാനിവർ പറഞ്ഞേ കേട്ടിട്ടുള്ളൂ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് കണ്ട. ഇവിടെ കുറേ മീനുകളും കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യേണ്ട. ഒരു ചുമന്ന കളറുള്ളൊരു മീനുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് വെറൈറ്റി ആണ്. നമ്മുടെ നാട്ടിൽ കാണാത്ത പല സാധനങ്ങളും ഇവിടെ കാണുന്നുണ്ട്. ഞണ്ടുണ്ട് കേട്ടോ, നേരത്തെ ഞാൻ കാണിച്ചില്ലേ. പിന്നെ ഇതുണ്ട് ഇവിടെ എന്തോ വലിയ മീനുകളൊക്കെയാണ്. ഇതിൻ്റെ ഒന്നും പേരെനിക്ക് മീനിൻ്റെ പേരൊട്ടും എനിക്ക് അറിയത്തില്ല. അതൊന്നാമത്തെ കാര്യം. ഇതെന്തോ ചേര പോലത്തെ ഒരു സാധനമൊക്കെ ഇരിക്കുന്നു. ഇതൊന്നും ഞാൻ നാട്ടിൽ കണ്ടിട്ടില്ല. ഇതിൻ്റെ പേരറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. എനിക്ക് ഇതിൻ്റെ മീനുകളൊന്നും വലിയ ധാരണയില്ല. അങ്ങനെ നമ്മളെല്ലാം മേടിച്ചു. കുറച്ച് അയിലയും മേടിച്ചു. പിന്നെ കുറച്ച് മീനും മേടിച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ അതേ പോവാണ്. അപ്പോൾ ഒരാൾ എൻ്റെ കൂടെ ഇരിപ്പുണ്ട്. ദാണ്ട പൊടി എൻ്റെ കൂടെ ഇരിക്കുക. പിന്നെ നല്ല വെയിലും കാര്യങ്ങളും ഉണ്ട്, അതുകൊണ്ട് ഓടിപ്പോവാണ്. പിന്നെ ഇപ്പം ചൂട് ചൂടിൻ്റെ അളവ് ദൈർഘ്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത്ര പുറത്തിറങ്ങുമ്പോൾ വെയിലും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നേരത്തെയൊക്കെ ഞാൻ വന്ന ടൈമിനൊക്കെ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ കത്തി പോകുന്ന രീതിയിൽ ചൂടുണ്ട്. ഇത് അവിടെ ദൂരത്തൊരു കപ്പലൊക്കെ കിടപ്പുണ്ട്. ഇതിനെയൊക്കെ ഞാൻ ഇവിടെ വന്നിറങ്ങിയപ്പോഴത്തേക്ക് ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മളിതേ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക. അപ്പോൾ മറ്റൊരു വ്ളോഗ് ഇട്ട് തരാം. ബൈ.